ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഒരു നിമിഷം കൊണ്ട് ലക്ഷക്കണക്കിന് കണ്ണുകളിലെത്തി. ഒടുവിൽ ഒരു ജീവൻ പൊലിഞ്ഞു. 23 ലക്ഷം പേർ കണ്ട ഒരു വീഡിയോയ്ക്ക് ഇങ്ങനെയൊരു ദുരന്ത പര്യവസാനമായി സംഭവിക്കുമെന്ന് ആരും കരുതിയില്ല. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാകാൻ നടത്തിയ ശ്രമം ഒരു യുവതിയെ ജയിലിലാക്കി. ഒരു യുവാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. കോഴിക്കോട് ജില്ലയെ ഞെട്ടിച്ച ദീപകിന്റെ ആത്മഹത്യയും അതിനു പിന്നിലെ ദുരൂഹതകളും ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ മരണത്തിന് കാരണക്കാരി എന്നാരോപിച്ചുകൊണ്ട് അറസ്റ്റിലായ ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ പരിഗണിക്കുന്നത് നീട്ടിവച്ചിരിക്കുന്നു. ഈ ഹൈ പ്രൊഫൈൽ കേസ് വീണ്ടും ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ ഷിംജിത സമർപ്പിച്ച ജാമ്യാപേക്ഷ വാദം കേട്ട ജഡ്ജി അവധിയായതിനാൽ നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തുടർച്ചയായി ഇത്തരത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നീണ്ടുപോകുന്നത് ഷിംജിതയുടെ ജയിൽവാസം തുടരാൻ കാരണമാകുന്നുണ്ട്. പയ്യന്നൂരിലെ ഒരു ബസ് യാത്രയിലാണ് സംഭവം. തനിക്ക് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഷിംജിത ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. കണ്ണീരോടെയുള്ള ആ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കൊടുങ്കാറ്റായി മാറി. ദിവസങ്ങൾക്കുള്ളിൽ 23 ലക്ഷം പേരാണ് ആ വീഡിയോ കണ്ടത്. ആളുകൾ ഷിംജിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു രംഗത്ത് വന്നു. കുറ്റവാളിക്കായി തെരച്ചിൽ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വൈറൽ വീഡിയോയുടെ മറവിൽ ഒരു ദുരന്തം പതിയിരിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ബസ്സിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന് ഷിംജിത ആരോപിച്ച വ്യക്തി ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കി. ഈ സംഭവം കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചു. ദീപകിന്റെ കുടുംബം ഷിംജിതയ്ക്കെതിരെ രംഗത്തെത്തി. ഷിംജിത ഇൻസ്റ്റാഗ്രാമിൽ ദൃശ്യങ്ങൾ സഹിതം ഉന്നയിച്ച ആരോപണങ്ങളാണ് ദീപകിന്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന് കുടുംബം പരാതിപ്പെട്ടു. തുടർന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷിംജിതയുടെ അറസ്റ്റിന് ശേഷം കേസ് അന്വേഷണം ഊർജിതമാക്കി. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു. എന്നാൽ ഷിംജിതയുടെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന നിർണായകമായ ഒരു തെളിവും CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് കേസിലെ ഒരു പ്രധാന വഴിത്തിരിവ്. യാത്രക്കിടെ ആർക്കും ഒരു ഉപദ്രവവും നേരിടേണ്ടി വന്നതായി പരാതി ലഭിച്ചിട്ടില്ലെന്ന് ബസ് ജീവനക്കാരും മൊഴി നൽകി. ഇതോടെ ഷിംജിതയുടെ വാദങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ താൻ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു എന്ന വാദത്തിൽ ഷിംജിത ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മാധ്യമങ്ങളോട് ഷിംജിതയുടെ പ്രതികരണം വെറുതെ ഒന്നും പറയില്ലല്ലോ എന്നായിരുന്നു. ഈ ഒരൊറ്റ വാചകം ഷിംജിതയുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഒടുവിൽ മാറ്റിവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവച്ചിരുന്നു. ഇത്തവണ മാറ്റിവച്ചിരിക്കുന്നത് ജഡ്ജി അവധിയായതിനാലാണ്. എന്തായാലും നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദീപകിന്റെ മരണത്തിൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബം പരാതി നൽകുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഒളിവിലായിരുന്ന ഷിംജിതയെ പോലീസ് പിടികൂടിയത്.